കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നോർത്തുള്ള സെക്ഷൻ്റെ ഡിജിറ്റൽ ഇവാഞ്ചലിസം സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ഒരു പ്രഭാത ധ്യാനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരും സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു നല്ല പ്രഭാതം കൂടി കർത്താവ് നമുക്ക് ദാനം നൽകിയല്ലോ. നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാർ, പ്രഗത്ഭർ, പ്രശസ്തരായ ആൾക്കാർക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ലഭിക്കാതെ പോയ ഈ ഒരു അപൂർവ സന്ദർഭം സ്വർഗത്തിൽ വലിയ ദൈവം നമുക്ക് നൽകി. കാരണം ഒരു ചിന്തകൻ പറഞ്ഞതുപോലെ ഓരോ ദിവസവും പുതുതാണ്. ഒരിക്കലും നമ്മളെ കഴിഞ്ഞുപോയ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല. കഴിഞ്ഞുപോയ ഒരു സമയം നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയില്ല. നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഓരോ മിനിറ്റും പുതുതാണ്. അതുകൊണ്ട് തീർച്ചയായും ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാകുന്നു, ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹമാകുന്നു, ദൈവം നമുക്ക് നൽകുന്ന കരുണയാകുന്നു എന്ന് നമുക്ക് ചിന്തിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കുന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് ഞാൻ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്ക എന്നതാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, നാം ഏവരും ഭാവിയെക്കുറിച്ച് വളരെ ആശങ്കയുള്ളവരാണ്. എത്ര സുരക്ഷിതമായി ജീവിക്കുന്നവരും സമ്പത്തിൻ്റെ അല്ലെങ്കിൽ ലഭ്യതയിൽ ജീവിക്കുന്നവരും വളരെ സെക്യൂറായിട്ടുള്ള ലൈഫ് സിറ്റുവേഷനിൽ ഉള്ള വ്യക്തികളായാലും എത്ര ഉയർന്ന അല്ലെങ്കിൽ റാങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായാലും ഒക്കെ ഭാവി എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നൊരു കാര്യം ഒരിക്കലും നമ്മുടെ കരങ്ങളിലല്ല എന്ന് ഏവരും മനസ്സിലാക്കുന്നുണ്ട്. കാരണം അത് ദൈവത്തിൻ്റെ തീരുമാനവും ദൈവത്തിൻ്റെ കരങ്ങളാണ്. ഇന്ന് അല്ലെങ്കിൽ ഈ സമയം എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് അവകാശം പറയുവാനോ നമുക്ക് സ്വന്തമെന്ന് പറയാനോ കഴിയൂ. അടുത്ത നിമിഷം നമ്മുടെ അല്ല. പക്ഷേ പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ചിന്തകൾ ഉള്ളിലുണ്ടെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ അതിന് പ്രകാരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മനുഷ്യൻ എത്രയോ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെയും അനധികൃതമായും നിയമപരമല്ലാതെയൊക്കെ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് തങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്കപ്പുറമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനും തങ്ങൾ ചെയ്യേണ്ടതായ പ്രവൃത്തികളെ മറികടന്നുകൊണ്ട് പലപ്പോഴും അനധികൃതമായിട്ടും അല്ലെങ്കിൽ നിയമപരമല്ലാതെയൊക്കെ അനേകർ പ്രവർത്തിച്ച് ജീവിതത്തിൽ വാസ്തവം പറഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, നേടാവുന്ന കാര്യങ്ങൾ, സമ്പാദിക്കാവുന്ന കാര്യങ്ങളൊക്കെ സമ്പാദിക്കണമെന്ന ഒരു ചിന്ത വരുന്നത് നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഈ വ്യക്തികൾക്കൊക്കെയും അനേക നാളുകൾ സുഖമായിട്ട് സന്തോഷമായിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ഇതുപോലെ ജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്ത, ഒരു വ്യാജമായൊരു ചിന്ത ഉള്ളിലുള്ളത് കൊണ്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നാളെ എന്ന് പറയുന്നത് നമ്മുടേതല്ല. കാരണം നാളെ ഞാൻ ഇന്ന പട്ടണത്തിൽ പോയി ഞാൻ കച്ചവടം ചെയ്യും, ഞാൻ പണം സമ്പാദിക്കുമെന്ന് പറയരുത് എന്നും. മാത്രമല്ല, ഒരു വ്യക്തി തനിക്ക് ധാരാളം കൃഷിഫലം ലഭിച്ചപ്പോൾ അവൻ വളരെ സന്തോഷിച്ചുകൊണ്ട് അവൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ ധാന്യങ്ങൾ ലഭിച്ചതുകൊണ്ട് എൻ്റെ കളപ്പുര ഞാൻ വലുതാക്കി പണിത് ഇതൊക്കെ അവിടെ സൂക്ഷിച്ച് ഞാൻ സുഭിക്ഷമായിട്ട് ആനന്ദിച്ച് ജീവിക്കും എന്ന് പറയുമ്പോൾ അവിടെ ദൈവം ആ വ്യക്തിയോട് ഒരു വാക്ക് ചോദിക്കുന്നുണ്ട്, മൂഢ, ഞാൻ ഇന്ന് രാത്രി നിൻ്റെ ജീവനെ ചോദിച്ചാൽ നീ ചെയ്തതും നീ ഈ കൂട്ടിവെക്കുവാൻ ശ്രമിക്കുന്നതും ഒക്കെ ആരനുഭവിക്കും? എത്ര സത്യസന്ധമായ ഒരു ചോദ്യമാണ് നമ്മളോട് കേട്ടത്. അപ്പോൾ നാം പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ കണക്കുകൂട്ടുകളിൽ, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. മനുഷ്യനെപ്പോഴും ആശങ്കയാണ്, അല്ലേ? ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഭാവി ജീവിതത്തെക്കുറിച്ച് വളരെ ആശങ്കയുണ്ട്. കാരണം അത് നമ്മുടെ കരങ്ങളിലല്ല എന്നൊരു ബോധം എപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും അത് അങ്ങനെ കാണുന്നില്ല എന്നത് സത്യമാണ്. അപ്പോൾ നമ്മുടെ മുൻപോട്ടുള്ള ജീവിതം, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ വിവാഹം, അവരുടെ വളർച്ച, അവരുടെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ, നമ്മുടെ നാളത്തെ ജീവിതം, നമ്മുടെ ആരോഗ്യ അവസ്ഥ, നമ്മുടെ മറ്റ് സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം, ഇതൊക്കെ എങ്ങനെയായിത്തീരും, എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഒരു മനുഷ്യനും ഉറപ്പ് പറയാൻ കഴിയില്ലല്ലേ. ഈ കഴിഞ്ഞ സമയങ്ങളിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന എത്രയോ പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യൻ്റെ ജീവിതം എത്ര ക്ഷണികമാകുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം ഒന്നുമില്ലാത്തതാകുന്നു എന്ന് നമ്മളെ കാണിച്ച് തരുവാൻ ഉതകുന്നതായിരുന്നു. കാരണം ഒരു രാത്രി ലൈറ്റ് അണച്ച് കിടക്കുവാൻ പോകുന്ന വ്യക്തികൾ പിറ്റേ പ്രഭാതത്തിനുണർ എഴുന്നേറ്റ്
ലൈറ്റഡ് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ തങ്ങൾ ഉണർന്ന് തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം കടന്ന് വരുവാൻ ഇടയാകുകയില്ല എന്നൊരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം ആ നിദ്രയിൽ തന്നെ അല്ലേ, രാത്രിയിൽ തന്നെ ആരുമറിയാതെ തങ്ങളെ സകല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയ ഒരു ദയനീയ അവസ്ഥ, ഇന്നും സകലം നഷ്ടപ്പെട്ടു പോയ അനേക നമ്മുടെ സഹജീവികൾ വേദനയിലും നിരാശയിലും വളരെ കഷ്ടതയിലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നവരാണോ? ആ ആശങ്കയ്ക്ക് എന്താണ് അടിസ്ഥാനമുള്ളത്? ആശങ്ക കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനമുള്ളത്? അല്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം മനുഷ്യൻ പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതൊക്കെ തങ്ങളുടെ കഴിവുകൊണ്ടും ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ആലോചന കൊണ്ടും ചെയ്തു തീർക്കുവാനും അത് തങ്ങളുടേതായി തന്നെ സൂക്ഷിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ്. കാരണം അത് മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുവാനോ അത് മറ്റുള്ളവരുടെ കഴിവിൻ്റെ അല്ലെങ്കിൽ ഫലമായിട്ടാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്കങ്ങനെ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞത്, എനിക്കിങ്ങനെ ആയിത്തീരുവാൻ കഴിഞ്ഞത് എന്ന് അംഗീകരിക്കുവാൻ പലപ്പോഴും മനസ്സിലാത്തവരാണ് മനുഷ്യർ. അപ്പോൾ അവിടെയൊക്കെ തങ്ങളുടേതായ പേര് എഴുതി ചേർക്കുവാനും തങ്ങളുടെ നേട്ടങ്ങൾ മറ്റുള്ളവർ കാണുവാനും അതുകൊണ്ട് മറ്റുള്ളവർ തങ്ങളെ മനസ്സിലാക്കി അംഗീകരിച്ച് ബഹുമാനിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനേകർ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സമൂഹത്തിൽ നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പം എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും ആശങ്കപ്പെടേണ്ട ഒരാവശ്യവും നമുക്കില്ല. കാരണം നാം ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ആശങ്കപ്പെടുന്നുവെങ്കിൽ നമ്മുടെ നീളത്തിൽ നിന്ന് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് കഴിയില്ല എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ ആശങ്ക ഉണ്ടാകുന്നതല്ലേ? കാരണം പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടും ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം എത്രമാത്രം ഉറപ്പുള്ളതാണ് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ ഭാവി ജീവിതത്തെക്കുറിച്ച് ആശങ്ക ഉള്ളവർ ആകുന്നു ഇല്ലയോ. ഇല്ലെങ്കിൽ ആശങ്ക തന്നെ എത്രമാത്രം അത് നമ്മുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്നു അല്ലെങ്കിൽ നമ്മളെ പ്രയാസപ്പെടുത്താതിരിക്കുന്നു എന്നാണ്. ആശങ്ക ഉണ്ടാകും, പക്ഷേ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം എത്രമാത്രം ഓരോരുത്തരും ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അനേക വചനങ്ങളുണ്ട്. വാസ്തവമായി നമുക്ക് ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചോ ആശങ്കപ്പെടാതെ തീർച്ചയായിട്ടും നാം ഏത് കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും നാം ചെയ്യുവാൻ ശ്രമിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും അത് ഫലപ്രാപ്തിയിലെത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് നമ്മളങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ച കാര്യം ലഭിച്ചു എന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെയാണ് ഒരു വ്യക്തിക്ക് ആശങ്കയില്ലാതെ പ്രയാസമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ മുൻപോട്ട് പ്രത്യാശയോടും സന്തോഷത്തോടും ജീവിക്കാൻ കഴിയുന്നത്. ഇവിടെ സങ്കീർത്തനം 46:1 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രവിധി വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. നോക്കുക, എത്ര ഉറപ്പുള്ളൊരു വാക്കാണ് സങ്കീർത്തനക്കാരൻ്റെ. അപ്പോൾ ഈ ഒരു വാക്യം ഇതുപോലെ എഴുതുവാൻ സങ്കീർത്തനക്കാരനെ പ്രാപ്തമാക്കിയത് അല്ലെങ്കിൽ ബലപ്പെടുത്തിയത് ദൈവത്തിലുള്ള ആശ്രയമാണ്. അപ്പോൾ ഇതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പറയാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരു ആശങ്കയും ഉണ്ടാകുകയില്ല. കാരണം എൻ്റെ ദൈവം എന്നെ നടത്തുവാൻ ശക്തനും മതിയായതുമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളെ ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ദൈവത്തിലുള്ള വിശ്വാസം നമ്മളതിനെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്നുള്ള ദൈവമേ, കർത്താവ് ഇതിനിൽ ആശ്രയിച്ചുകൊണ്ട് ഇതിൻ്റെ വചനത്തിൽ പൂർണ്ണമായിട്ട് അടിയങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അടിയങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങൾ ഫലമേൽപ്പിച്ച് സന്തോഷമുള്ളവരായി അടിയങ്ങൾ സമാധാനമുള്ളവരെ പ്രത്യാശയുള്ളവർ ജീവിപ്പാൻ അടിയങ്ങളെ കർത്താവ് സഹായിക്കണം. യാതൊരുവിധ ആശങ്കകളും അടിയങ്ങളെ ഭരിക്കാതെ അത് കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് അടിയങ്ങൾ പൂർണ്ണമായിട്ടും അത് വിടുതൽ പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ വഴിയിൽ നടക്കുവാൻ അടിയങ്ങളെ കർത്താവ് സഹായിക്കണം. അടിയങ്ങളുടെ സകല കാര്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ വഴി നടത്തുന്ന കർത്താവ് വിശ്വസ്തനും നല്ലവനും അടിയങ്ങൾ അറിയുന്നു. ആ കൃപയിൽ അടിയങ്ങൾ ആശ്രയിപ്പാൻ അടിയങ്ങൾ സഹായിക്കണം. ഈ പ്രത്യേക ചിന്തയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം, കൃപയിൽ സൂക്ഷിക്കണം. ആവശ്യമായി നമ്മളെ നിറയ്ക്കണം, മാനവത്വ കർത്താവ് എടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു നാം ചോദിക്കുന്നു, കരുണയുള്ള ദൈവമേ, ആമേൻ.
എല്ലാ പ്രീതമക്കൾക്കും ഒരിക്കൽ കൂടി ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. ഈ ഒരു ചിന്ത നിങ്ങൾ കഴിയുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും സന്തോഷം ജീവിക്കുകയും ചെയ്യുന്നതിന് സഹായിക്കട്ടെ. ആമേൻ.